കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ശക്തമായ ചതുരംഗ പലക ഒരുക്കുകയാണ് ബി. പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്ക് അപ്പുറം ക്രൈസ്തവ സ്വാധീന മേഖലകളിലും പ്രമുഖ വ്യക്തിത്വങ്ങളിലൂടെയും അധികാരം പിടിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ നീക്കം. തൃശൂരിലെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ക്ലാസ് മണ്ഡലങ്ങളിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി അക്കൗണ്ട് വർദ്ധിപ്പിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഇതുവരെ പരീക്ഷിക്കാത്ത തന്ത്രങ്ങളിലൂടെയും കേന്ദ്ര സർക്കാരിന്റെ വികസന രാഷ്ട്രീയത്തിലൂടെയും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരുക്കത്തിലാണ് NDA മുന്നണി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഈ തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിൽ എത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ബിജെപിയുടെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സ്ഥാനാർത്ഥിയാകുമെന്നാണ് റിപ്പോർട്ട്. മണ്ഡലത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാർട്ടി ദേശീയ നേതൃത്വം കുര്യന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. മണ്ഡലത്തിലെ 25% വരുന്ന ക്രൈസ്തവ വോട്ടുകളിലും പാർട്ടിക്ക് നോട്ടമുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചതുപോലെ കുര്യൻ സ്ഥാനാർത്ഥിയായാൽ കാഞ്ഞിരപ്പള്ളിയിലും സംഭവിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ BJP മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനമായിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥി. അന്നുണ്ടായതിനേക്കാൾ അനുകൂല സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും ജോർജ് കുര്യനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. കോട്ടയം ജില്ലാക്കാരനാണ് അദ്ദേഹം എന്നത് ബോണസ് മാർക്കാവും എന്ന പ്രതീക്ഷയും പാർട്ടിക്കുണ്ട്. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ രാജിവെച്ച ഒഴിവിലേക്കാണ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏപ്രിലിൽ ഒഴിവ് വരുന്ന സംസ്ഥാനത്തെ 3 രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് ജോർജ് കുര്യന്റേതാണ്. മധ്യപ്രദേശിൽ നിന്ന് തന്നെ കുര്യനെ BJP വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിനിടെ പത്മജ വേണുഗോപാൽ തൃശൂരും ശോഭാ സുരേന്ദ്രൻ പാലക്കാടും മത്സരിക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. BJP സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഇരുവരോടും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന സൂചനകൾ. ക്ലാസ് മണ്ഡലങ്ങളായി BJP പരിഗണിക്കുന്ന തൃശൂരിലും പാലക്കാടും ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥികളെ തന്നെ BJP നിശ്ചയിച്ചു. കഴിഞ്ഞ തവണ കോൺഗ്രസ് ടിക്കറ്റിൽ 946 വോട്ടുകൾക്ക് പരാജയപ്പെട്ട പത്മജ വേണുഗോപാൽ ഇത്തവണ BJP ടിക്കറ്റിൽ തൃശൂരിൽ അംഗം കുറിക്കും. തൃശൂർ ഉള്ളംകൈയിൽ എന്ന പോലെ പത്മജയ്ക്ക് സുപരിചിതമാണെന്നാണ് പാർട്ടിയുടെ ഒരു കണക്കുകൂട്ടൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 35 ഡിവിഷനുകളിൽ സുരേഷ് ഗോപിക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കോർപ്പറേഷനിൽ BJPക്ക് കഴിഞ്ഞില്ലെങ്കിലും പത്മജയുടെ വരവോടെ കാര്യങ്ങൾ തിരിയുമെന്നാണ് BJPയും കണക്കുകൂട്ടി വെക്കുന്നത്. 2016 തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു പത്മജ. പാർട്ടിക്കാരിൽ ഒരു വിഭാഗം കാലുവാരിയത് കൊണ്ടാണ് തോറ്റതെന്ന് പരാതി ഉയർന്നിരുന്നു. 2016 പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയ ശോഭാ സുരേന്ദ്രന് 40,000-ലധികം വോട്ടുകളാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. BJP അന്ന് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ കത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശോഭയെ പോലെ ഒരു വനിതാ നേതാവിനെ തന്നെ മത്സരത്തിന് ഇറക്കിയാൽ മണ്ഡലം കൂടെ പോരുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളം സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. മാർച്ച് 6 കൊച്ചിയിൽ മോദി എത്തും. NDAയുടെ പ്രകടന പത്രിക മോദി അന്ന് പുറത്തിറക്കും. മതമേൽ അധ്യക്ഷന്മാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. മോദിയുടെ വരവോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമിടാനാണ് BJP നീക്കം. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റത്തിനാണ് BJP തയ്യാറെടുക്കുന്നത്. വെറുമൊരു മത്സരത്തിനപ്പുറം നിയമസഭയിൽ നിർണായക ശക്തിയായി മാറാൻ പ്രാദേശിക വികാരങ്ങളും ദേശീയ പ്രതിച്ഛായയും സമന്വയിപ്പിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. കോട്ടയം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കേന്ദ്രീകരിക്കുന്ന ഈ വമ്പൻ നീക്കങ്ങൾ സംസ്ഥാനത്തെ മുന്നണി സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാകുന്നതോടെ കേരളം ഒരു തീപാറുന്ന പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. മുന്നണികളെല്ലാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീപാറുന്ന പോരാട്ടം തന്നെ നമുക്ക് കാണാനാകും.